Meet the editors. മുണ്ടക്കയിലെ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്താൻ മന്ത്രിസഭാ തീരുമാനം. വീടുകൾ കണ്ടെത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കും. വാടക വീടുകളുടെ ലഭ്യത കുറവാണെങ്കിൽ പ്രീഫാബ് വീടുകൾ ക്രമീകരിക്കാനും തീരുമാനമായി. സ്ഥിരം പുനരധിവാസത്തിനും സ്ഥലം കണ്ടെത്തും. റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് 661 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നത്. എന്നാൽ ഇതിൽ 150 മുതൽ 200 കുടുംബങ്ങൾ ദുരന്ത മേഖലയിൽ നിന്നുള്ളവരല്ല. മുൻകരുതൽ എന്ന നിലയിൽ ക്യാമ്പിലേക്ക് മാറിയ ഈ കുടുംബങ്ങളെ മാറ്റി നിർത്തിയാൽ 400 മുതൽ 480 വാടക വീടുകളെ സജ്ജീകരിക്കേണ്ടി വരുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. ഇത്രയും വീടുകൾ വയനാട് ജില്ലയിൽ ലഭ്യമാക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. ക്വാർട്ടേഴ്സുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവയ്ക്കൊപ്പം ലൈസൻസ് ലഭിക്കാത്ത കെട്ടിടങ്ങളെയും താൽക്കാലിക പുനരധിവാസത്തിനായി പരിഗണിക്കുന്നുണ്ട്. എന്നിട്ടും ലക്ഷ്യം കാണുന്നില്ലെങ്കിൽ പ്രീഫാബ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള താൽക്കാലിക വീടുകൾ ഒരുക്കി നൽകും. 50 ദിവസം കൊണ്ട് സജ്ജമാക്കാവുന്ന പ്രീഫാബ് വീടുകൾ സ്ഥാപിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. സ്ഥിരം പുനരധിവാസം സംബന്ധിച്ച ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ടൗൺഷിപ്പ് എന്ന ആശയമാണ് സർക്കാർ മുഖ്യമായും പരിഗണിക്കുന്നത്. ഇതിനായി സ്ഥലം കണ്ടെത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. പുനരധിവാസത്തിന് സ്ഥലവും വീടും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നവരുടെ പട്ടിക തയ്യാറാക്കും. വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നവരാണോ സഹായം പ്രഖ്യാപിച്ചവരെന്ന് ഉറപ്പാക്കും. പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് അവരുമായി കരാറുണ്ടാക്കാനും ആലോചിക്കുന്നുണ്ട്. വായ്പയുടെ തിരിച്ചടവിന് ദുരന്തബാധിതർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുമായി ചർച്ച നടത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇത്തരം സമീപനം തുടർന്നാൽ കർശനമായ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: പുനരധിവാസത്തിന് പുതുമാതൃകയോ? സുജയ, നമുക്ക് രണ്ട് തരത്തിലുള്ള പുനരധിവാസമാണല്ലോ. ഒന്നിപ്പോൾ ഒരു ഹ്രസ്വകാല താൽക്കാലികമായിട്ടുള്ള പുനരധിവാസം, രണ്ടാമത്തത് ഒരു ദീർഘകാലമായിട്ടുള്ള പുനരധിവാസം, നമ്മുടെ ടൗൺഷിപ്പ് പോലെയൊക്കെ. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പദ്ധതി അനുസരിച്ച് രണ്ടിലും ഒരു പുതുമാതൃക വേണം എന്നാണ്. പുത്തുമല മാതൃക ആവരുത് എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലേ? പുത്തുമല, അതുപോലെ തന്നെ കവളപ്പാറ, പെട്ടിമുടി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഏംഗൽസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് പ്രകൃതിയുടെ പ്രതികാരത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ട സമയമാണ് എന്ന്. അപ്പോൾ ഈ പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് ഓരോ പാഠം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് തുടർച്ചയായ പാഠങ്ങളാണ്. നമുക്ക് ഓരോ വർഷവും നമ്മൾക്ക് റീവിസിറ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ലേ? നമുക്ക് 2018 പ്രളയത്തിന് ശേഷം തുടർച്ചയായിട്ടാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നമ്മളെ പാഠം പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് വരുത്തേണ്ട തിരുത്തലുകൾ വരുത്താൻ എത്രത്തോളം തയ്യാറാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുനരധിവാസം പാളിക്കഴിയുമ്പോൾ അടുത്തത് കൃത്യമായി നടപ്പാക്കാൻ, അല്ലെങ്കിൽ പഴയതിലെ സെറ്റിൽ ഡൗൺ ചെയ്യേണ്ട ഏരിയാസ് ഒന്ന് കവറപ്പ് ചെയ്യാൻ അതിനുവേണ്ടി സമയം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായി അവിടെ നിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം 10 ലക്ഷം സഹായധനം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ 5 ലക്ഷം സഹായധനം പ്രഖ്യാപിക്കുക, വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറയുക. പക്ഷേ അത് വാസയോഗ്യമാണോ? ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് അവരെ നമ്മൾ പറയുമല്ലോ, ഒരാളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്ന വാക്കിന് നമ്മൾ ആ ടേക്ക് കെയർ എന്ന് പറയുന്നതിന് പൂർണ്ണമായ അർത്ഥത്തിൽ അത് നടപ്പാകണം. എല്ലാ കാര്യങ്ങളും അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളടക്കം ഒരുക്കിക്കൊണ്ടാണോ നമ്മൾ പുനരധിവസിപ്പിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ വാടക വീടുകൾ ഒരുക്കുന്ന കാര്യത്തിലായാലും ഇപ്പോൾ പഞ്ചായത്തുകൾ കൃത്യമായി ആ വീടുകൾ എവിടെയൊക്കെയാണ് എന്നത് കണ്ടെത്താനും, അതോടൊപ്പം തന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, അതായത് ഇവർക്ക് ആക്സസ് ഒരു പ്രധാന പ്രശ്നമാണ്. ഈ തൊഴിലാളികളാണ്, അവർക്ക് ജോലി ചെയ്യുന്നതിനാവശ്യമായ സാമ്പത്തിക പുനരധിവാസം എന്ന് പറയുന്ന ഒരു ടേം കൂടി നമ്മൾ ഇതിന് കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഈ സാമ്പത്തിക പുനരധിവാസം നടപ്പാക്കാതെ പോയതാണ്, അല്ലെങ്കിൽ അതുകൂടി ഒരുക്കി നൽകാത്തത് കൊണ്ടാണ് പഴയ മാതൃകകൾ പാളിപ്പോയത്, അല്ലെങ്കിൽ അതിൽ അപാകതകൾ ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഈ വാടക വീടുകൾ ഒരുക്കുമ്പോൾ തന്നെയാണെങ്കിലും ഒരു 2 മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവിലെ വീടുകളാണ് കണ്ടെത്താനായി ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആക്സസ് കിട്ടുന്ന രീതിയിൽ ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം ഇവർക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ വാടക വീടുകളാണ്. അതിൽ അങ്ങനെയുള്ള വീടുകൾ കിട്ടാനുള്ള സാധ്യത പലയിടങ്ങളിലും പരിമിതമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ദിവസം പിന്നിടുകയാണ്, അല്ലെങ്കിൽ 24 മണിക്കൂറിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് 28 വീടുകളാണ് ഇതുവരെ ആളുകൾ പറഞ്ഞത്. അത് പലയിടത്തുണ്ട്, മാനന്തവാടി മുതലുള്ള കൽപ്പറ്റ തുടങ്ങി പലയിടങ്ങളിൽ നിന്നാണ്. ഈ പോയ മനുഷ്യർക്ക് താല്പര്യം അവർ താമസിച്ചിരുന്ന ജീവിതവുമായി, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന ഇടവുമായി സാമ്യമുള്ള പ്രദേശങ്ങളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൂപ്രകൃതിയായിരിക്കും. വാടക വീടായാൽ പോലും, കാരണം അവരുടെ മനസ്സിനേറ്റ ക്ഷതം അവർക്ക് മറക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു നഗരപ്രദേശത്ത് പോയി താമസിച്ചാൽ അവർക്കത് ശരിയാകില്ല. മാത്രമല്ല, ഇവർക്ക് ചെയ്തിരുന്ന തൊഴിൽ തന്നെ തുടരാൻ ആഗ്രഹമുള്ളവരുണ്ട്. ചിലരൊക്കെ ഗൾഫ് റിട്ടേൺഡാണ്, തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സ് എന്താണ് എന്നതുകൂടി
മനസ്സിലാക്കിക്കൊണ്ടാണ് പുനരധിവസിപ്പിക്കുക എന്ന് മന്ത്രി പറഞ്ഞത് അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യങ്ങളൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജനും ഇന്ന് സൂചിപ്പിച്ചത് ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ ആളുകളുടെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ പുനരധിവാസം നടപ്പാക്കേണ്ടത് എന്ന ഒരു ടേക്ക് എടുത്തത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പുതു മാതൃക തന്നെയാണ്. ഇതുവരെ എടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നു, കൊടുക്കുന്നു. നമ്മൾ എന്ന് വെച്ചാൽ സർക്കാരാണ് അവിടെ ഡിസിഷൻ മേക്കർ. അപ്പുറത്ത് നിൽക്കുന്ന അഫക്റ്റഡ് പാർട്ടിയെ കേൾക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചറിയുന്നില്ല. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അവശേഷിക്കുന്നത് എത്ര പേരാണ്, നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ എങ്ങനെയാണ് കരുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി കേട്ടുകൊണ്ടുള്ള ഒരു പുനരധിവാസമാണെങ്കിൽ അത് സാമ്പത്തിക പുനരധിവാസത്തിന് അവരെ സ്വയം പര്യാപ്തരാക്കുന്ന രീതിയിലേക്ക് അത് വരും. ഒരു പുതിയ തൊഴിൽ കണ്ടെത്താൻ അങ്ങനെ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കുറേ ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അൽ മുക്താദിറൊക്കെ ആണെങ്കിൽ അവരുടെ ജ്വല്ലറിയിൽ ജോലി കൊടുക്കാം എന്നാണ് പറയുന്നത്, ഇത്ര പേർക്ക് തൊഴിൽ നൽകാം. അങ്ങനെ പല പല കമ്പനീസ്, ഞാൻ ഓരോന്നിനെ എടുത്ത് പറയുന്നില്ല, പല പല സ്ഥാപനങ്ങൾ അങ്ങനെ തൊഴിൽ നൽകാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. വിദേശത്ത് തൊഴിലവസരം ഒരുക്കാനായി ചില ഗ്രൂപ്പുകൾ തയ്യാറാണ് എന്ന് പറയുന്നു. അങ്ങനെ സഹായം പല ഇടങ്ങളിൽ നിന്ന്, അതായത് വിലാപങ്ങൾ ഉയർന്നു കേട്ട ഇടങ്ങളിലേക്ക് 10 ദിവസമാകുമ്പോഴേക്കും, നാളെ ആകുമ്പോൾ 10 ദിവസമാണ്, 10 ദിവസമാകുമ്പോഴേക്കും സഹായഹസ്തം നീളുന്നുണ്ട്. പക്ഷേ നീട്ടുന്ന എല്ലാ കൈകളിലും നമുക്ക് പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഇവർക്ക് ഉതകുന്നതായിരിക്കണം, അതേസമയം തന്നെ ഇവരുടെ ദുരിതം മുതലെടുക്കുന്ന ഒന്നാകുകയും ചെയ്യരുത്. അതുകൊണ്ട് സർക്കാർ കൃത്യമായി അതിനകത്ത് ഓരോന്നും അന്വേഷിച്ചാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു പുതിയ മാതൃകയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് സഹായിക്കാമെന്നുള്ള വാഗ്ദാനം അത് ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. അച്ഛനെ ഏറ്റെടുക്കാം, അമ്മയെ ഏറ്റെടുക്കാം, കുഞ്ഞിനെ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ സാധാരണ തോന്നാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് എഴുതിയും കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ തെരുവിൽ അലയുന്ന ആളുകളെയോ അങ്ങനെയുള്ള ആളുകളെയോ ഒന്നും രക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ അനാഥാലയങ്ങളിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ ഈ സമൂഹ മാധ്യമങ്ങളിൽ അപ്പോൾ തോന്നുന്ന ഒരു വികാരത്തിന് എഴുതി വിടുന്നതിനപ്പുറം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രക്രിയകളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറയുന്നു. അതിൽ വളരെ ആത്മാർത്ഥമായി ചിലതൊക്കെ നമ്മൾ കണ്ടു. ഒരു അച്ഛനും അമ്മയും എഴുതിയ ഒരു കുറിപ്പാണ്. അവർക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ മകൻ്റെ ജീവിത സഖിയായി ആ പെൺകുട്ടിയെ കൂട്ടാൻ താല്പര്യമുണ്ട്. വ്യത്യസ്തമായ ഒരു കുറിപ്പായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം അതെന്ന് പറയുന്നത് അതും ഒരു മാതൃകയാണല്ലേ. അതിൽ വിവാഹം കഴിപ്പിച്ചയക്കാൻ നിൽക്കുന്ന അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം, നമ്മുടെ കുടുംബത്തിൽ ഒരാളായി സ്വീകരിക്കാം എന്ന് പറയുന്നത് നമ്മളൊരു സാധനമോ സേവനമോ പണമോ കൊടുക്കുന്നതിനേക്കാളും വലുതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഞങ്ങൾക്കൊപ്പം പോരൂ എന്നൊരു പെൺകുട്ടിയോട് പറയാൻ തയ്യാറാകുന്ന അങ്ങനെയുള്ള ചില വ്യത്യസ്തരായ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ദത്തെടുക്കലടക്കമുള്ള കാര്യങ്ങൾ അത് ഈ പുനരധിവാസത്തിനൊപ്പം തന്നെ ആലോചിക്കപ്പെടുന്നതാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും എല്ലാവരും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ പരിമിതമാണ്. മാത്രമല്ല ആ ഡേറ്റയൊന്നും അവർ റിലീസ് ചെയ്യുന്നുമില്ല. സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ സംരക്ഷിക്കുക എന്നതാണ് അവരെടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റു കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ ടൗൺഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ടൗൺഷിപ്പിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജ് ആണല്ലോ ഈ വാടക വീടെന്ന് പറയുന്നത്. സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് ആയാലും നമ്മൾ ഒരുക്കുന്ന ടൗൺഷിപ്പ് ആയാലും ഇതിലേതെങ്കിലും ഇതിലേതെങ്കിലും ഒരെണ്ണം സംഭവിക്കും. അപ്പോൾ ആ ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇവരെ മാനസികമായി തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇവർ ജീവിച്ചിരുന്ന ഒരു മലയുടെ ചെരുവ് മുതൽ താഴെ വരെയുള്ള തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ്. അങ്ങ് പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങ് താഴെ ചൂരൽമല വരെയുള്ള ഭാഗങ്ങൾ. അവിടെ താമസിച്ചിരുന്ന മനുഷ്യരാണ്. അതൊരു കമ്മ്യൂണാണ്. ആ കമ്മ്യൂണിനെ അതേപടി പറിച്ചു തരാൻ സാധിക്കില്ല. കാരണം അതേപടിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതേപോലെ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ്. അതിന് പകരം ആ മലഞ്ചെരുവിൽ നിന്ന് അവരൊരു സമതലത്തിലേക്ക് വരികയാണ്. അതിനു മുൻപ് അവർക്ക് വാടക വീട് ഒരുക്കുന്നതും ഇതേപോലെയുള്ള സമതല പ്രകൃതിയുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അവർക്ക് ഈ പ്രീഫാബ് വീടുകൾ 50ഓളം പ്രീഫാബ് വീടുകൾ എന്നാണ് പറഞ്ഞത്. പിന്നെ വാടക ക്വാർട്ടേഴ്സുകൾ തപ്പുമെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഇടത്തേക്കും പോകുന്നതിന് മുൻപ് മനസ്സൊരുക്കം എന്ന് പറയുന്നത് കൂടി പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അതിനായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. അതായത് ഇവരോട് സംസാരിക്കണം. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരോട് അവരെ കേൾക്കണം. അവർക്ക് കുടുംബമായി ഇപ്പോൾ ഒരു കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാകില്ലല്ലോ. കുറേ പേരെ നഷ്ടപ്പെട്ട മനുഷ്യരായിരിക്കും. അപൂർവം ചില വീടുകളിൽ മാത്രമാണ് എല്ലാവരും രക്ഷപ്പെട്ട് ക്യാമ്പുകളിലേക്ക് എത്തിയ, അതായത് അഫക്റ്റഡ് പാർട്ടീസിൽ, അല്ലാതെ നേരത്തെ മാറി താമസിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞത് അഫക്റ്റഡ് പാർട്ടീസ്, വീട് നഷ്ടപ്പെട്ടു എന്നാൽ മുഴുവൻ കുടുംബത്തെയും തിരിച്ചു കിട്ടിയത് വളരെ കുറവ് ആളുകൾക്കാണ്. അങ്ങനെയുള്ള ഓരോരുത്തരോടും അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ അവരിപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയി നഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ് എന്ന് എണ്ണിപ്പെറുക്കി കരയുന്ന മനുഷ്യരെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തമുണ്ടായി 10 ദിവസമാകുമ്പോഴേക്കും സംഭവിച്ച ഇടത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഡോക്ടർ അരുണൊക്കെ അവിടെ പോയ സമയത്തായാലും ആളുകൾ വന്നു തുടങ്ങുന്ന സമയമായിരുന്നു. ഇന്നൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പ്രദേശങ്ങളിലും ചൂരൽമലയിലും ഒപ്പം മുണ്ടക്കയിലുമൊക്കെ ഈ വീടിരുന്ന സ്ഥലത്ത് പോയി തിരയുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. എന്തെങ്കിലും അവശേഷിപ്പുണ്ടോ എന്ന്.
ആ അവശേഷിപ്പുകൾ ചിലത് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആയിരിക്കും. ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളിൽ അതിൽ കൂട്ടുകാരുടെയും മരിച്ചുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെയും ഫോട്ടോസ് തിരിച്ചു കിട്ടുമോ എന്ന് നോക്കുകയാണ്. അതായത് ഒരു അവശേഷിപ്പുമില്ല. അവരെയൊക്കെ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ഓർമ്മ ചിത്രങ്ങൾ എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ബാക്കിയുള്ള ശേഷിപ്പ്. അല്ലെങ്കിൽ ഇമെയിലിലോ ഗൂഗിൾ ഡ്രൈവിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ചിത്രങ്ങൾ പോലും അവശേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൽബങ്ങൾ അങ്ങനെയൊക്കെ തിരയുന്ന മനുഷ്യരെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് അത് ഇപ്പോഴും ഈ ഒരു ദുരന്തത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് പാകപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അവരോട് സംസാരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം വാടക വീട് ഒരുക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ വരുന്നുണ്ട്. അതിന് വാടക വാങ്ങാതെ തന്നെ ഈ വീട് തരാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതായിരിക്കാം കുറച്ചുകൂടി നല്ലത്. കാരണം അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്, പൂർണ്ണ മനസ്സോടെ വിട്ടുകൊടുക്കുന്ന വീടുകളാണ്. 6 മാസമോ 1 വർഷമോ എത്രയായാലും നിങ്ങൾ താമസിച്ചോളൂ. അതിലൊരു സ്ത്രീ നമ്മുടെ ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞത്, എൻ്റെ വീട്ടിൽ 3 മുറിയാണുള്ളത്, ഞാനും ഭർത്താവും 2 മക്കളുമാണ്. വയനാടുകാരി തന്നെയാണ്, നടവയലാണെന്ന് തോന്നുന്നു. അവർ പറയുന്നു, എൻ്റെ വീട്ടിൽ ആ 2 മുറിയിലേക്ക് പറ്റുന്ന ആളുകളെ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു വീടായി കൊടുക്കാൻ എനിക്കില്ല, ഞങ്ങൾക്ക് താമസിക്കാനുള്ളത് ആകെ ഒരു വീടാണ്, 10 സെൻറ്റ് സ്ഥലത്തിൽ ഒരു വീട്, അതേ ഉള്ളൂ. പക്ഷേ 2 മുറികൾ അവർക്കായി ഫ്രീ ആക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്കൊപ്പം അവർ താമസിക്കുന്ന രീതിയിൽ. അതൊക്കെ ഒരു പുതുമാതൃകയാണ്. അത് നമ്മൾ ഇക്കഴിഞ്ഞ ദുരന്തങ്ങളിൽ പെട്ടിമുടിയിലോ കവളപ്പാറയിലോ പുത്തുമലയിലോ ഒന്നും നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ കേരളം മാറുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ടി സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങൾക്കും ആ ഒരു പുതുമയുണ്ടാകണം. അതുപോലെ തന്നെ പൂർണ്ണമായും ഒരു എറർ ഫ്രീ ആയ സംവിധാനമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഷോർട്ട് ബ്രേക്ക്. ഡിറ്റേൽസ് തുടരുന്നു. പുനരധിവാസത്തിന് പുതുമാതൃകയോ എന്നാണ് ചോദ്യം. തീർച്ചയായും പുതുമാതൃകയാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഇതിനു മുമ്പുള്ള പല പുനരധിവാസ പാക്കേജുകളും ദയനീയമായി പരാജയപ്പെടുകയോ ഭാഗികമായി മാത്രം വിജയിക്കുകയോ ചെയ്ത പശ്ചാത്തലമാണ് നമുക്കുള്ളത്. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കവളപ്പാറയിൽ നടന്ന പുനരധിവാസത്തിൻ്റെയും അല്ലെങ്കിൽ പുത്തുമലയിൽ നടന്ന പുനരധിവാസത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് 10 ലക്ഷം രൂപ വീതം വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുത്തു, അവരെ ഒരു പ്രദേശത്ത് 54 പേരെയും ഒരുമിച്ചൊരു പ്ലോട്ടിൽ താമസിപ്പിക്കാനായി. പക്ഷേ അതിനും അപ്പുറം എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെ പോയി. അവരുടെ മാനസികമായിട്ടുള്ള പുനരധിവാസം, നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തികമായിട്ടുള്ള പുനരധിവാസം, ഒപ്പം അവരുടെ ഭൗതികമായിട്ടുള്ള പുനരധിവാസം, ഈ 3 കാര്യങ്ങളിലും ഒരേപോലെ തയ്യാറെടുക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുനരധിവാസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. പക്ഷേ പുത്തുമലയിൽ സംഭവിച്ചത് ഭൗതികമായിട്ടുള്ളൊരു പുനരധിവാസം മാത്രമാണ്. അതും വളരെ പരിമിതമായ കള്ളികളായി തിരിച്ചിരിക്കുന്നൊരു പ്രദേശത്തേക്ക് വിശാലമായി ജീവിച്ചിരുന്നൊരു ജനതയെ കൊണ്ടുവന്ന് ഒതുക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിൽ തന്നെ ശാസ്ത്രീയമായി സാങ്കേതികമായി ചില പിഴവുകൾ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും അപ്പുറം അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടിരുന്നു. ആ ഭൂമി പലപ്പോഴും തിരിച്ചെടുത്ത് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. 10, 15, 20 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്ന 45 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്ന കർഷകന് ആ ഭൂമിയുടെ നഷ്ടത്തിൻ്റെ പരിഹാരം കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കേണ്ടത്, കവളപ്പാറയിൽ മാത്രം 35 പേർക്ക് 25 ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു, കേരള സംസ്ഥാന സർക്കാരിനോട് ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിക്കണം, ഈ കവളപ്പാറയിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ആ ഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ പരിഹാരം കൊടുക്കുകയോ അല്ലെങ്കിൽ മറിച്ച് ഭൂമി കൊടുക്കുകയോ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കണം. ഒന്നും ചെയ്തിട്ടില്ല. ആ വിദഗ്ധ സമിതിയെ ഇതുവരെ നിയമിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് പാളിപ്പോയ പുനരധിവാസ പാക്കേജുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെയുള്ളൊരു പുനരധിവാസ പാക്കേജ് ആകരുത്. അതുകൊണ്ടാണ് നിലവിൽ ഈ മേപ്പാടിയിലെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ പറയുന്നത്, പുത്തുമലയിലെ മനുഷ്യരുടെ അവസ്ഥ വരുമോ ഞങ്ങൾക്ക് എന്നുള്ള ചോദ്യത്തിൽ അതുണ്ട്. അത് ഒഴിവാക്കുക എന്നതാണ് ആവശ്യം. ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ താൽക്കാലികമായ പുനരധിവാസത്തിൻ്റെ പ്രശ്നം പുത്തുമലയിൽ അനുഭവിച്ചിരുന്നു. വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തു. 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വാടകയ്ക്ക് വീട് കൊടുത്തവരും ഇവരും തമ്മിൽ പിന്നീട് ഭിന്നതയുണ്ടാവാൻ തുടങ്ങി. ഇതൊക്കെ അവരിൽ ഏൽപ്പിക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ലാത്തതാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു 3 തരത്തിലുള്ള താൽക്കാലിക പുനരധിവാസമാണ്. ഒന്ന്, ടോട്ടലി ഫ്രീ ആയിട്ട് വീട് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പരിഗണിക്കാം. പക്ഷേ അതിനു മുമ്പ് സർക്കാർ സംവിധാനം പരിഗണിക്കാൻ പോകുന്നു. PWD ക്വാർട്ടേഴ്സുകൾ ഇപ്പോൾ മേപ്പാടിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 130ഓളം മുറികൾ വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്. ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചതാണ്. അത്തരം വീടുകൾ തുറന്നു കൊടുക്കുക എന്നതാണ് ആദ്യത്തെ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം. രണ്ടാമത്തേതാണ് ഫ്രീ ആയിട്ട് വാടക വീടുകൾ കൊടുക്കുന്നവരെ ഉപയോഗിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ടാണ് അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടെത്തുന്നത് പോലെ വാടക വീടുകൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, പ്രീഫാബ് വിജയിച്ചതാണ്. നേരത്തെ സാജൻ പറയായിരുന്നു, ഏഷ്യൻ ഗെയിംസ് നമ്മുടെ ഗെയിംസ് നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഗെയിംസ് വില്ലേജിൽ മേനംകുളത്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രീഫാബ് ഹോംസ് ആയിരുന്നു. ആ പ്രീഫാബിലാണ് നിരവധി അത്ലറ്റുകൾ വന്ന് താമസിച്ചത്, മനോഹരമായി ഉണ്ടാക്കി. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൺസ്ട്രക്ഷൻ്റെ ഫോൾട്ട് കൊണ്ടാണോ എന്നറിയില്ല. പിന്നീട് അത് ഒരു വനിതാ ബറ്റാലിയന് കൈമാറി
കൈമാറിയപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അത് നമുക്കിവിടെ കഴിയില്ല. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീഫാബ് നിർമ്മാണവും ആലോചിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇതിനും അപ്പുറം നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു സഹകരണം ഇതിൽ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു താൽക്കാലിക പുനരധിവാസം നടത്തിയാൽ നന്നായിരിക്കും. നമ്മളോട് സംസാരിച്ചവരിൽ ഒരു സ്ത്രീ പറഞ്ഞത് അമ്പലവേലിലാണ്, സീനത്ത് എന്നാണ് പേര്, ഭർത്താവിൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ, അവർ വർക്ക് ചെയ്യുന്ന ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ യഥാർത്ഥ വീട് അവർ വിട്ടുകൊടുക്കും. അവരിപ്പോൾ താമസിക്കുന്നത് താൽക്കാലിക ഷെഡിലാണ്, കാരണം കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതുകൊണ്ട്. അവരുടെ നല്ല വീട് കുറച്ച് ദൂരെയുണ്ട്. ആ വീട് ഇവർക്ക് ഒഴിഞ്ഞു കൊടുക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. ബെന്നി അല്പസമയം മുമ്പ് നമ്മളെ വിളിച്ചിരുന്നു. ബെന്നി കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലിൽ ഇരയായിത്തീർന്നയാളാണ്. അന്നയാൾ 9 മാസം ക്യാമ്പിൽ കഴിഞ്ഞയാളാണ്. എന്നിട്ട് സർക്കാർ കൊടുത്ത 4 ലക്ഷം രൂപ ഉപയോഗിച്ച് വീട് വെച്ചയാളാണ്. സ്വന്തമായിട്ട് ആ വീട് പണിഞ്ഞയാളാണ്. ആ വീട് ഇപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നൊരു ബെന്നിയെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ സുമനസ്സുകളുടെ സഹകരണമാണ്. ആ സുമനസ്സുകളുടെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ട് സർക്കാരിനൊരു മാതൃകാപരമായ പുനരധിവാസം നടത്താൻ സാധിക്കും. അതും ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം രക്ഷാദൗത്യത്തിൽ നമ്മളൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇനി പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പാക്കണം. സാമ്പത്തിക പുനരധിവാസം ഉണ്ടാവണം, ഭൗതിക പുനരധിവാസത്തോടൊപ്പം മാനസികമായിട്ടുള്ളൊരു പുനരധിവാസവും അവർക്ക് കൊടുക്കണം. അതിന് ഒരു ആവാസ വ്യവസ്ഥയുടെ പുനരധിവാസം എന്ന നിലയിൽ തന്നെയായിരിക്കണം നമ്മളതിനെ സമീപിക്കേണ്ടത്. താൽക്കാലികമാണെങ്കിൽ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ ഘട്ടത്തിൽ അത്രയും സൂക്ഷ്മമായി ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. നമ്മളടക്കം അത് ശ്രമിക്കുന്നു. ഇതിനകം 29 പേരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നാളെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ക്യാമ്പയിൻ തുടരും. 48 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ 50 പേരുടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാരിനത് കൈമാറുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടു കൂടി അത്രയും വാടക വീടുകൾ പൂർണ്ണമായും സൗജന്യമായി വിട്ടുകൊടുക്കാം എന്നാണ് ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതുമാതൃക വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഒരു ദുരന്തമുണ്ടായാൽ ഒരു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട റോൾ ഏത് സമയത്താണ്? അത് പുനരധിവാസത്തിലാണ്. കാരണം വെച്ചാൽ ദുരന്തമെന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവിക്കുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ മനുഷ്യർ, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന മനുഷ്യർ, അവർ കൂട്ടായിട്ടാണ് ഈ ദുരന്തത്തെ പ്രതിരോധിക്കുന്നതും ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതും ഒക്കെ. പിന്നീടാണ് സൈന്യം വരുന്നതും, പിന്നീടാണ് ഈ പറയുന്ന മറ്റ് ഫയർഫോഴ്സ് പോലെയുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ വരുന്നത്. ആ പ്രാദേശികമായി തന്നെ രൂപപ്പെടുന്ന ഒരു സേനയുണ്ട്. ആ സേനയാണ് ഈ പറയുന്ന ആദ്യത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് കാണാൻ കഴിയുന്നൊരു കാര്യം, എപ്പോഴൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ കൂട്ടായ്മകളും കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോ സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ദുരന്തത്തിന് ശേഷം ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിൽ തന്നെയാണ്. അതിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, അങ്ങേയറ്റം പരാജയമാണ് കേരളം എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ നാളെ ഇപ്പോൾ കവളപ്പാറയുടെ 5ാമത്തെ വാർഷികമാണ്. 2019 ഓഗസ്റ്റ് 8 കവളപ്പാറ ദുരന്തമുണ്ടായത്. 59 പേരാണ് മരിച്ചത്. ഹൈക്കോടതി പല തവണ സർക്കാരിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കക്ഷി ചേർക്കുമെന്ന് വരെയുള്ള നിലപാട് ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. അപ്പം പുനരധിവാസം എന്ന് പറയുന്നതിനാണ് സർക്കാർ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെയാണ് അവർക്ക് റോളുള്ളത്. ആ റോൾ നിർവഹിക്കുന്നതിൽ എല്ലാ ഘട്ടങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് സർക്കാരുകൾ. അത് ഏത് പാർട്ടി നേതൃത്വം കൊടുത്താലും അത്തരം പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യം, വയനാട്ടിലൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് പൂർണ്ണമായി അത് നിങ്ങൾ നോക്കിക്കോ. ഇപ്പം മന്ത്രിമാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മളോടുള്ള റെസ്പോൺസ് എന്താണ്? വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് മുൻപ് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടി അവർ റെസ്പോണ്ട് ചെയ്യുന്നു. മാത്രമല്ല, ജനങ്ങളിത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഞാൻ സംസാരിക്കുന്നത് ജനങ്ങളോടാണ് എന്നും അവരിതെല്ലാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണെന്നേ ഓരോ മന്ത്രിയും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐക്യവും ഒരു ശ്രദ്ധയും നിശ്ചയമായും വലിയൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഈ വയനാട്ടിലെ പുനരധിവാസത്തെക്കുറിച്ചൊരു വലിയ സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ശ്രദ്ധയോടുകൂടി ഒരു പക്ഷേ സർക്കാരിന് പ്രവർത്തിക്കേണ്ടി വരും. ഈ താൽക്കാലിക പുനരധിവാസം എന്ന് പറയുന്നത് വലിയ ഒരു അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അതിനകത്തൊരു തട്ടിപ്പ് കൂടിയുണ്ട്. കാരണം വെച്ചാൽ ഈ താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള ശ്രദ്ധയൊക്കെ പതിയെ കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ നഷ്ടങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ട് ആളുകൾ അവരുടെ ഒരു പരാതിയായിട്ട് പിന്നെ കോടതിയെ സമീപിക്കുന്ന കാഴ്ചയാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. കിട്ടേണ്ടത് കിട്ടുന്നില്ല, അവകാശപ്പെട്ടത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ പരിരക്ഷിക്കുന്നില്ല, ഞങ്ങളെ പരിഗണിക്കുന്നില്ല. ഈ ആവലാതികളുമായി പിന്നെ കോടതിയിലേക്ക് ആളുകൾ വരും. പിന്നെ സർക്കാരും കോടതിയും ഈ ജനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യമാണ് ഇപ്പോൾ മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്.
അതൊന്നും ഇവിടെ സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തമായൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിലൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതിലും അതിനെ അതിജീവിക്കുന്നതിലും മലയാളികൾ കാണിക്കുന്ന ആ ഒരു മാതൃക അതിൻ്റെ പുനരധിവാസത്തിലും ഉണ്ടാകുക എന്നുള്ളതാണ്. അത് സെറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശം വന്നിരിക്കുന്നത്. അത് അവർ നിർവഹിക്കേണ്ടതുണ്ട്. നിർവഹിക്കാത്ത പക്ഷം അവർ ചോദ്യം ചെയ്യപ്പെടും. 100%. പുനരധിവാസത്തിന് പുതുമാതൃകയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. Meet the editors.